ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ അപ്പം ഞാൻ വെനസ്ഡേ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു, 30 days വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അന്നും നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം വെനസ്ഡേ ഡേ 1 ആയിരുന്നു. തേഴ്സ്ഡേ കൂടെ ഞാൻ വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പനി വന്നിട്ട്, പനിയല്ല, ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ, ചുമ അങ്ങനെ വന്നിട്ട് അന്ന് കിടപ്പായി പോയി കേട്ടോ. പിന്നെ ആ ചലഞ്ചിൻ്റെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ജിമ്മിലൊന്നും ഞാൻ പോയുമില്ല. പിന്നെ റെസ്റ്റ് എടുത്ത് എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ മുഴുവൻ, ഫ്രൈഡേ മുഴുവൻ പിന്നെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് ഇന്നായപ്പം കുറച്ച് ബെറ്റർ ആയിട്ടോ. അപ്പോൾ അതായത് നമ്മളുടെ അപ്പോൾ ആ ചലഞ്ച് എന്ന് പറയുന്നത് ബ്രേക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡേ 1 ഡേ 2 നമ്മൾ എക്സസൈസ് ചെയ്തു. അപ്പം നമ്മൾ ഇനി ഡേ 3 എന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നാളെ തൊട്ട് റെഗുലറായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഷോർട്സും അതൊക്കെ ഇടും. ഇതിങ്ങനെ ഒരു പ്രശ്നം വന്ന കാരണം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനിരുന്നു, ഞാൻ സുഖമില്ലാതാവാൻ. അത് ഞങ്ങൾ 3 പേരും ഇവിടെ കിടപ്പായിരുന്നു കേട്ടോ. ഇതൊരു സൈസ് വൈറസ്, കോവിഡ് പോലത്തെ ഒരു വൈറസ് ആണെന്നാണ് പറയുന്നത്. നമുക്കിങ്ങനെ അതേ സിംറ്റംസ് ആണ്, ഫീവർ ഇല്ല, പക്ഷേങ്കിൽ ചുമ അത് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടൽ പോലെ വരിക, അങ്ങനെയൊക്കെ. പിന്നെ ഏറ്റവും നല്ലത് ഇൻഹലേഷൻ എടുക്കുക, റെസ്റ്റ് എടുക്കുക. അത് രണ്ടും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടായിരിക്കണം ഇന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പുതിയൊരു വേപ്പറൈസറും വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ അത് അഴുക്കായി പോയിട്ട് വേപ്പറൈസർ, അങ്ങനെ അതൊക്കെ ചെയ്ത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ 13ഉം 14ഉം, അതായത് നെക്സ്റ്റ് വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ഹോലിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓണത്തിൻ്റെ മാർക്കറ്റ് ഉണ്ടല്ലോ, ഓണത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഹോലി ബസാറുണ്ട്. ഹോലി വരുമ്പോഴും വരാറുണ്ട്, ദിവാലി ബസാർ വരാറുണ്ട്. കുറേ നേരം ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറേ ദിവസം ആയല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഹോലി ബസാറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഹോലി ബസാറിൽ പോകുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സ് ഞാൻ കുറേ, എൻ്റെ വൂളൻസ് എല്ലാം ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ കയറ്റിയെല്ലാം വെച്ചു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഡ്രസ്സാണ്. കുറേ നാളായിട്ട് ഈ ഡ്രസ്സിനെ കാണാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അൽക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അൽക്ക എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു ഡ്രസ്സാണ്. അതായത് അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്. അൽക്ക കുറേ നടന്നു, ഇഷ്ടപ്പെടുന്നില്ല, അത് കഴിഞ്ഞ് അൽക്ക തന്നെ തിരിച്ചു കൊണ്ട് മാറി ബിബേന്നൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ട് നമുക്ക് ഇട്ടപ്പോൾ എനിക്ക് നല്ല ഫിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അപ്പോൾ കുറേ പഴയ ഒരു ഡ്രസ്സാണ്, പക്ഷെ അതിപ്പോഴും ഇടുമ്പോൾ എനിക്ക് ആ ഒരു നമുക്കിങ്ങനെ ഓരോ ഡ്രസ്സ് നമുക്ക് ശരിക്കും ഭയങ്കര ഓരോ ഡ്രസ്സുകളും ഓരോ കാര്യങ്ങൾ, അതായത് നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു ഓർമ്മകൾ വരത്തില്ല. അതുപോലെ പിന്നെ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ ഇത് ഒത്തിരി പഴയതായിട്ട് ഇതിങ്ങനെ ഞാൻ കളയാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഈ ഒരു ഡ്രസ്സ്. അതായത് ഇതിൻ്റെ പുറത്ത് അകത്തൊരു സ്ലീവ്ലെസ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു ടോപ്പ് പോലെ, അകത്തൂടെ നമുക്ക് ഫുൾ സ്ലീവ്ലെസ് ഒരു ഡ്രസ്സ്, അതിൻ്റെ പുറത്തൂടെ ഒരു ടോപ്പ് പോലെ. ഇത് അപ്പം എനിക്ക് മാച്ചിങ് ചെരുപ്പും കിട്ടിയിട്ടോ. കണ്ടോ, ഇതാണ് ആ ഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ കളർ എത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു ബ്ലൂ കളറാണ്, ലൈറ്റ് ബ്ലൂ കളറാണ്. അപ്പോൾ കുറേ നാൾ കൂടി ഇട്ടപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് ഞാനിങ്ങനെ ഫ്ലോണ്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഹോലി ബജാർ എത്തി. അപ്പം രാജേഷേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇന്ന് വരാനായിട്ട്. കാരണം ഇന്ത്യയുടെ ഫൈനൽ മാച്ച് നടക്കല്ലേ, ക്രിക്കറ്റ് മാച്ച്. പക്ഷെ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുവാണ്. പകുതിയൊക്കെ കുറച്ച് തുടങ്ങിയായിരുന്നല്ലോ, മാച്ച് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. ഇന്ന് വലിയ റഷൊന്നുമില്ല, എനിക്കൊന്ന് മാച്ച് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സൺഡേ നല്ല റഷ് ഉണ്ടാവാറുണ്ടത്. നാളെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇവിടെ ഇവർ ആദ്യം കയറി വന്നപ്പോൾ കുറച്ച് ക്ലീനിങ് സാധനങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് അങ്ങനെ പോകും ഇങ്ങനെ പോകും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2-3 സ്ക്രബ്ബ് വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ രാജസ്ഥാനി അച്ചാർ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല എരിവും. അപ്പോൾ അവരുടെ വെളുത്തുള്ളി അച്ചാറൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനൊന്ന് കണ്ട, പക്ഷേ പിന്നെ നിങ്ങൾ ഇങ്ങനെ അവിടെ ഇവരിങ്ങനെ എല്ലാം കുന്തിരിക്ക ഇങ്ങനെ പുകച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഈച്ചയൊന്നുമില്ല. പക്ഷേ എത്രയായാലും താഴെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ടെന്നാലും പൊടി, ഹൈജീനിൻ്റെ നമ്മളെ പ്രശ്നം നോക്കുവാണെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ല. പക്ഷേ എന്നാലും മുളകച്ചാറൊക്കെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിക്കാൻ തോന്നി. സാധാരണ നമ്മുടെ ഇവിടെ കുക്ക് ഉണ്ടായിരുന്നപ്പോൾ അവർ മുളകിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പണ്ടത്തെ ഒരു മീരാൻറ്റി ഉണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴത്തെ അതിനകത്തേക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ അച്ചാറൊക്കെ ഞാനും അങ്ങനെ കുറവുണ്ട്. അമ്മ ഉണ്ടാക്കാറുണ്ട്, അത് മാങ്ങ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇവരുടെ മുളകിൻ്റെ അച്ചാർ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നിന്നതാണ്. അപ്പം അവർ ഈ വെളുത്തുള്ളി അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടേസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ആ കടുകെണ്ണ എനിക്ക് ഇഷ്ടപ്പെട്ട കടുകെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഒരു നാരങ്ങയുടെ മധുരമുള്ള അച്ചാറും ഒരു മുളകച്ചാറും കൂടെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അതായത് ഇത് കണ്ടോ, അത് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഏതായാലും മധുരമുള്ള നാരങ്ങയുടെ അച്ചാർ നല്ല രസമുണ്ട്. അങ്ങനെ കുറച്ച് 250 ഗ്രാം അത് രണ്ടും ഞാൻ വാങ്ങിച്ചു. പക്ഷെ അവിടെ നിന്നപ്പോൾ ഞാനിത് പറഞ്ഞില്ലേ, ഞാൻ വലിയ കാര്യത്തിലിട്ടുകൊണ്ട് വന്ന് എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി.
ഈ ചെരുപ്പ് ഒരു പഴയ ചെരുപ്പാണ്. അത് അകത്ത് ഈ കറക്റ്റ് സെയിം കളർ കണ്ടുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതവിടെ പൊട്ടിപ്പോയി. അപ്പോൾ കോയിൻസിഡൻ്റലി നമ്മുടെ ഈ കടയുടെ തൊട്ടപ്പുറത്തൊരു ജൂത്തി ഷോപ്പുണ്ടെന്ന്, രാജസ്ഥാനികാരുടെ ജൂത്തി ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ചെരുപ്പ് ഏതായാലും വാങ്ങിക്കണം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ മന്ത് എന്ന് പറഞ്ഞാൽ നോ സ്പെൻഡ് മന്താണ്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാമെന്ന് വെച്ചിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ ചെരുപ്പ് പൊട്ടിയോണ്ട് ഏതായാലും ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് പോയി, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പം എനിക്ക് ആ ചെരുപ്പ് പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ തയ്പ്പിച്ച് റിപ്പയർ ചെയ്തെടുക്കും. എനിക്ക് നല്ല കളറായിരുന്നു, ആ ഡ്രസ്സിൻ്റെ കൂടെ കറക്റ്റ് മാച്ചായിരുന്നു. ഞാൻ തന്നെ കണ്ണു വെച്ചതെന്ന് തോന്നുന്നു. അത് പൊട്ടിപ്പോയി. ഇവിടെ വന്നങ്ങ് കയറിയതേ ഉള്ളൂ. ഇനി കുറേ നടക്കാനുള്ള വലിയ സ്റ്റോൾസ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നാരങ്ങ അച്ചാറും ഒരു പച്ചമുളകിൻ്റെ അച്ചാറും, ചുമന്ന മുളകിൻ്റെ അച്ചാറും നല്ല രസമാട്ടോ. പക്ഷേ എന്താ ചുമന്ന മുളക് വാങ്ങിച്ചില്ല, ഇപ്പോഴും ഓർക്കുന്ന വാങ്ങിക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന രാവിലെ കേട്ടോ, വെളുപ്പിന് 6 മണിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഒച്ച, ഞാൻ എണീറ്റ ഉടനെ ആയതുകൊണ്ട് എൻ്റെ ഒച്ച ഇങ്ങനെ വല്ലാണ്ട് ഇരിക്കുന്നു. ഒന്ന് ചായയൊക്കെ കുടിച്ചെങ്കിലും ഒച്ച ശരിയാകത്തുള്ളൂ, വെള്ളമെങ്കിലും കുടിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ചലഞ്ച് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ പറയാൻ വന്നതല്ല. അത് കഴിഞ്ഞതേക്കോട് കണ്ടോ ജൂത്തി കണ്ടോ. പണ്ടൊക്കെ ഇവർ എല്ലാം ബാർഗെയിനിങ് സമ്മതിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവർ സമ്മതിക്കത്തേ ഇല്ല. ഏതെടുത്താലും 250 രൂപ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു 2 എടുക്കാൻ 400 രൂപയ്ക്ക് തരാൻ പറഞ്ഞു. അയ്യോ തരത്തില്ല മാഡം, തരത്തില്ല, ഞങ്ങൾ എല്ലാ ദീപാവലിക്കും ഹോലിക്കും വരുന്ന ട്രസ്റ്റാണ്, അടുത്ത വർഷം എന്തെങ്കിലും റെസ്റ്റോറൻറ്റൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ, പൊട്ടിയില്ല ചെരുപ്പ്, ഇനി ആ വഴിയെല്ലാം നടക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഞാനൊരു ജൂത്തി ഒരു ഗ്രേ കളർ വാങ്ങിച്ചു, പിന്നെ ഒരു ബ്രൗൺ സാധാരണ എല്ലാത്തിനും അങ്ങനെ 2 വാങ്ങിച്ചു കേട്ടോ. 500 രൂപയും കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ വീട്ടിൽ പോയി ചെന്നിട്ട് പിന്നെ ഇടുമ്പോൾ കാണിക്കട്ടെ. നല്ല കേട്ടോ, ഒരു ഗ്രേ കളറും ഒരു ബ്രൗൺ കളറും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടു പോയത് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ നോ സ്പെൻ, പക്ഷേ ഇതിപ്പോൾ വാങ്ങിക്കേണ്ടി വന്നു. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കര ഈ എന്താ പറയുന്നത്, നംകീൻ, അതായത് നമ്മുടെ ഈ മിക്സ്ചറൊക്കെ കഴിക്കത്തില്ല, അവർക്ക് ഇതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അവർക്കിത് ചായയുടെ കൂടെ കഴിക്കണം എന്നുള്ള ബിസ്ക്കറ്റ് മാത്രമേ നമ്മൾ കഴിച്ചാൽ, ഇവർ ബിസ്ക്കറ്റിൻ്റെ കൂടെ നംകീൻ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അങ്ങനെ പല വിധത്തിലുള്ള നംകീനാണ് കേട്ടോ. എനിക്ക് നമ്മുടെ മുറുക്കുണ്ട്, അതിനകത്ത് നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരി വരുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ എണ്ണയ്ക്കകത്ത് വറുത്ത കേട്ടോ. പിന്നെ ബാക്കി കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് പേര് പോലും അറിയത്തില്ലാത്ത. പിന്നെ ഹോലി വരുമ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഗതിയാണ് പപ്പടം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെ ഇവിടെ നമ്മൾ വീട്ടിലായിരുന്നു ഉണ്ടാക്കുന്നത്. അതായത് സാബുദാന കുറുക്കിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി പപ്പടം ഉണ്ടാക്കും. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് പൊടിച്ചിട്ട് അതിനകത്ത് മസാലയൊക്കെ ഇട്ട് അത് പിന്നെ പരത്തി വെയിലത്ത് വെച്ച് ഉണക്കി ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പച്ചയായിട്ട് കണ്ടിച്ച് ചെറുതായിട്ട് സ്ലൈസ് ചിപ്സില്ലേ, നമ്മുടെ പൊട്ടറ്റോ ചിപ്സ്, അതുപോലെ അത് തന്നെ അത് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ മുകളിൽ ടെറസിൽ കൊണ്ടുപോയി നമ്മൾ ഫോൾഡിങ് വിരിച്ച് അത് 2-3 ദിവസം ഉണക്കി ഇങ്ങനെ വലിയ വലിയ ഡ്രമ്മിനകത്ത് സ്റ്റോർ ചെയ്യുമായിരുന്നു. പണ്ടൊക്കെ ഇത് എപ്പോഴും ചെയ്യുമായിരുന്നു കേട്ടോ. അതായത് ഹോലി വന്നാൽ നമ്മുടെ ഇവിടുത്തെ ജോലിക്കാർ അവരങ്ങ് തുടങ്ങും, അവർ തന്നെ വലിയ വലിയ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരും, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് മഞ്ജു ചോദിക്കുന്നുണ്ടായിരുന്നു, ഭാവി ഉണ്ടാക്കണമെന്ന്. കാരണം അവർക്കിതൊരു നമ്മളിത് ഉണ്ടാക്കണം എന്നുള്ളത്, ഓണത്തിന് നമ്മൾ കായ്പേരിയൊക്കെ വറക്കത്തില്ല, അതുപോലെ ഇവർക്കിത് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കാറ്, പണ്ടത്തെ പോലെ കുറേ കൂടുതലൊന്നും ഉണ്ടാക്കാറില്ല, കുറച്ചുണ്ടാക്കാറുണ്ട്. അപ്പോൾ രാജേഷേട്ടന് ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു വികാരമാണ്, ഇതൊക്കെ വാങ്ങിക്കുക, ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഇവരൊക്കെ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് ആ സമയമാകുമ്പോൾ ഈ സംഗതികളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന കണ്ട് ഇത് നമ്മളിങ്ങനെ ഫ്രൈംസാണ് കേട്ടോ, സ്റ്റോർ ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുക. അങ്ങനെ ഏതായാലും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയാം, ഏതായാലും ഞാൻ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല ഈ വർഷം. ഞാൻ മഞ്ജുവിനോടും പറഞ്ഞു ഉണ്ടാക്കാനും പോകുന്നില്ല. പിന്നെ നമ്മുടെ അവിടെ ഒരു എൻ്റെ സിസ്റ്ററിലൂടെ ഹസ്ബൻഡ് ഹി പാസ്ഡ് അവേ ബിഫോർ 15 days. അങ്ങനെ നമ്മളൊരു ഈ സമയം നമ്മൾ ഫെസ്റ്റിവലൊന്നും അങ്ങനെ ആഘോഷിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളങ്ങനെ ഉണ്ടാക്കാറ് ഈ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയില്ല. എനിക്കത് കുറച്ച് ചിപ്സ് മാത്രം എന്തോ മമ്മി ശകുൻ എന്ന് പറയും, അതായത് നമ്മുടെ ഒരു സാരി ഒരു ഫെസ്റ്റിവലല്ലേ അതിന് വേണ്ടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ വേറെയുള്ളവരുടെയൊക്കെ ടെറസിന് മൊത്തം ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടായിരിക്കും വെയിൽ തുടങ്ങാൻ വേണ്ടി, ഇങ്ങനെ പല 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 വറ്റലുകൾ ഫ്രൈംസ്. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റൈസിൻ്റെ നമ്മുടെ അരിയുടെ വറ്റൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ സാബുദാന എന്ന് പറയുന്നത് ചൗവരിയുടെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് 2 വാങ്ങിച്ചു. പിന്നെ എനിക്കൊന്നൊരു ആലു, അതായത് പൊട്ടറ്റോ ചിപ്സിൻ്റെ ഒരു പാക്കറ്റ്, അങ്ങനെ 3 പാക്കറ്റ് വാങ്ങിച്ചു. ഒരു സ്പെഷ്യൽ അവർ കാണിച്ചായിരുന്നു ഓണിയൻ റിങ്സ് എന്ന് പറഞ്ഞിട്ട്, അതും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ഇത് 3 ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇതിവിടെ നമ്മൾ ആൾക്കാർക്കൊക്കെ കൊടുക്കുക, അതായത് നമ്മുടെ മെയ്ഡ്സിനൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ. പിന്നെ കുറേ പ്ലാസോ അങ്ങനത്തെ സംഗതികൾ ആ സ്റ്റോളിലോട്ടൊന്നും ഞാൻ പോയേ ഇല്ല കേട്ടോ. കാരണം ഞാൻ പോയാൽ ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും നോക്കി വാങ്ങിച്ചാലോ.
പക്ഷേ ഇതങ്ങനെ അത്ര എന്നെ ടെംപ്റ്റ് ചെയ്യാറില്ല. പക്ഷേ എന്നാലും ചിലപ്പം ഞാൻ എൻ്റെ മെയ്ഡ്സിനൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ, അവർക്കൊക്കെ വലിയ ഇപ്രാവശ്യം. പക്ഷേ ഞാൻ അങ്ങനെ നോ സ്പെൻഡായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹോലിക്ക് നമ്മളിവിടെ പഴയ തുണികളാണ് കേട്ടോ ആൾക്കാർ, നമ്മുടെ ജോലിക്കാർക്കൊക്കെ കൊടുക്കുന്നത്. അവരുടെ അങ്ങനെയാണ്, പഴയ തുണിയിട്ടാണ് ഹോലി കളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഴയ ഡ്രസ്സ് കൊടുക്കും. ഇത് നമ്മൾ ഭരണി കേട്ടോ. അവിടെ ചെറുക്കൻ എനിക്ക് ചിരി വന്നാൽ കൊച്ച് ഏത് ഭരണി എടുത്താലും 100 രൂപ 150 രൂപ എന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് ഇടത്തരം തരത്തിലുള്ള ഭരണി. പിന്നെ കുറേ ക്രോക്കറി കപ്പൊക്കെ. അപ്പം ഞാൻ ഈ 3 പാക്കറ്റ് ആയാലും നമ്മൾ ചെരുപ്പ് വാങ്ങിച്ചു, അച്ചാറ് വാങ്ങിച്ചു, പിന്നെ ആ ഫ്രൈംസ് വാങ്ങിച്ചു. അപ്പോൾ ഇതിങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടിനകത്ത് കൊണ്ട് നടക്കുന്നതാണ്. ഞാനത് ബാഗ് വാങ്ങിയത്. സാധാരണ ഞാൻ കാറിനകത്തൊരു ബാഗ് വെക്കാറുള്ളത്, ഇന്നത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ വലിയൊരു ഷോൾഡർ ബാഗ് വാങ്ങിക്കുകയാണ്, അതിനകത്ത് ഇടാലോന്ന് വെച്ച് അവിടെ ഒരു ബാഗിൻ്റെ കടയിൽ ചോദിച്ചപ്പോൾ അവർ 450 രൂപയെന്ന് വെറുതെ ഒരു സാധാരണ ബാഗിന്. അവർക്കൊരു വിൽക്കാനൊരു താല്പര്യം ഇല്ലാത്ത പോലെ. ഞാൻ വാങ്ങിച്ചില്ല, വേറെ മുന്നോട്ട് പോകുമ്പോൾ വേറെ കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ നടക്കണം കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ സ്റ്റോളിലൊക്കെ വന്നിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കണ്ടുപോകാനൊരു രസമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെളിയിലൊന്നും ഇറങ്ങാത്തതുകൊണ്ട് എനിക്ക് ഒന്ന് വെളിയിൽ ഇറങ്ങണം എന്ന് തോന്നി. ഇതുകളൊക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ പണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന് കടകളൊക്കെ ഇല്ല, അതുപോലെ ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നും. ഇതിങ്ങനെ ക്രോക്കറിയൊക്കെയാണ് കേട്ടോ. കുറേ നമ്മുടെ ഈ ചെടിച്ചട്ടികളൊക്കെ നല്ല വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് തന്നെ പറയാം, നോ സ്പെൻഡും. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് നടക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ബാഗ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അല്ല ഞാനിവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല. നമ്മുടെ ചലഞ്ച് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ജൂട്ട് ബാഗ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട്, അപ്പം ഇതെല്ലാം സ്പെൻഡ് ചെയ്യുന്ന ഞാനൊരു പൈസ പോലും സ്പെൻഡ് ചെയ്യുന്നത് രാജേഷാണ് സ്പെൻഡ് ചെയ്യുന്നത്. കാരണം മീൻസ് എൻ്റെ നോ സ്പെൻഡ് മത്താണല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല. ചെരുപ്പ് പൊട്ടിയതുകൊണ്ട് അത് അത്യാവശ്യമായിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ബാഗ് നോക്കിയിട്ട് അത് ഇവിടെ പല വിലയാട്ടോ, 250, 300, 350 വരെ ഉള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ബാഗിന് 350 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സോബറായിട്ടുള്ളൊരു ബാഗിനൊരു സൈസും നല്ലതാണ്. ആദ്യം ഞാൻ അത് എടുക്കാമെന്ന് വെച്ചിട്ട് അത് നോക്കുകയാണ് കേട്ടോ. വലിയൊരു ബാഗ്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതിനകത്ത്. ഇത് തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ബാക്കിയെല്ലാം ഇതിൽ കുറച്ചുകൂടെ ചെറുതായിരുന്നു, അതിന് 300 രൂപ. ഈ ബാഗ് നല്ല രസമുണ്ട്, വൈറ്റ് കളറാണ്. പക്ഷേ അത് നമ്മൾ കുറച്ച് 2 നേരം പിടിച്ച് കഴിയുമ്പോൾ തന്നെ വള്ളിയെല്ലാം കൂടെ അങ്ങ് വൃത്തികേടാവില്ല. പക്ഷെ കണ്ടിട്ടിപ്പം നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ട്. ആ ബാഗ് നമ്മളിങ്ങനെ ടിഫിനൊക്കെ കൊണ്ടുപോകാനോ എവിടെയെങ്കിലും പാക്ക് ചെയ്ത് വിടാനൊക്കെ നല്ല. പിന്നെ എല്ലാം നമ്മൾ വെജിറ്റബിളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് തരത്തില്ലേ. നമ്മളിങ്ങനത്തെ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ബാഗ് നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഈ ചെറിയ ചെറിയ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇടാമല്ലോ. അല്ല ചിലപ്പോൾ നമ്മുടെ താഴെ പോയാൽ പോലും നമ്മളറിയത്തില്ല. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് 300 രൂപയുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഫെയറൊക്കെ വരുമ്പം ഇതിൻ്റെയൊക്കെ വിലയൊക്കെ എത്രയാണെന്ന് പറയണേ കേട്ടോ. ഈ ബാഗ് ഇതിനും 300 ആണ്. അപ്പം വിലയുടെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറയണേ. ഞാൻ വാങ്ങിച്ചത് ഞാൻ ആദ്യം കാണിച്ചില്ല, 350 റുപ്പീസിന് നല്ല വലിയ സൈസാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചു. ഈ പ്രിൻറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പ്രിൻറ്റ് പക്ഷേ സൈസ് ഇത്ര ഉള്ളിലും അവരുടെ പ്രിൻറ്റിൻ്റെ വിലയാണെന്ന് 350 റുപ്പീസ് തന്നെയാണെന്ന് പറഞ്ഞു ആ പ്രിൻറ്റിന്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു വന്നിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇട്ടു. അപ്പോൾ നമുക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ അതിനകത്തോട്ടിട്ട് പിടിച്ചുകൊണ്ട് നടക്കാമല്ലോ. ഇതുപോലത്തെ ഒരു വലിയ ബാഗ് വേറെ എൻ്റെ കയ്യിലുണ്ട്. പണ്ട് ഞാൻ ഡൽഹിയിൽ സരോജിനി മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചത്. പക്ഷേ ഇത് യൂസ്ഫുൾ ആണല്ലോ, ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ആവും. പിന്നെ കാർപ്പറ്റ്സൊക്കെ നല്ല ബാർഗൈനിങ് ചെയ്താൽ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല, നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ പിന്നെ ബുക്ക് ഫെയർ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇവിടെ സെക്കൻഡ് ഹാൻഡ് റേറ്റിൽ ബുക്ക് കിട്ടും, അതൊക്കെ നോക്കണമായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ഈ കമ്മൽ മാല അങ്ങനത്തെ സെക്ഷനൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്നും വലിയ കാര്യമായിട്ട് പോയില്ല. ഞാൻ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഇടുന്ന കുറച്ചൊന്ന് നിർത്താമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട് എനിക്ക്. അപ്പം ഇത് കണ്ടോ, ചെടിച്ചട്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് 100 രൂപയുള്ളൂ ഈ ഒരു ചെടിച്ചട്ടിക്ക്. 2 എണ്ണം 200 രൂപ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇത് വാങ്ങിച്ചു, നമുക്ക് വെക്കാം. പക്ഷേ എനിക്ക് അവിടെ നിന്നിട്ടൊരു ഐഡിയ കിട്ടില്ല കേട്ടോ, ഇത് എവിടെ ഞാൻ വെക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പം എനിക്കൊരു നഷ്ടമായിട്ട് തോന്നി. കാരണം വാങ്ങിക്കേണ്ടായിരുന്നു, എവിടെയെങ്കിലും വെക്കായിരുന്നു നല്ലൊരു ചെടിച്ചട്ടി. പക്ഷേ എൻ്റെ ഒരു വിൽ പവർ നോക്കി, ചെടിച്ചട്ടിയൊക്കെ എൻ്റെ സെക്ഷനാണ് കേട്ടോ. ഞാൻ വാങ്ങിക്കുന്നില്ല എന്ന് വെച്ച് വാങ്ങിച്ചില്ല. അപ്പോൾ ഇപ്പം എനിക്ക് സന്തോഷവും തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ വിൽ പവറിൽ നമ്മൾ ഉറച്ച് നിന്നല്ലോ. അങ്ങനെ ചെടിച്ചട്ടി വാങ്ങിച്ചില്ല, നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതുപോലത്തെ വേറെ വലിയൊരു സ്റ്റാൻഡ് പോലത്തെ ഈ ജിറാഫ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലത്തെ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് നേരത്തെ വെച്ചിരുന്നതാണ് കേട്ടോ. ലിയോ ഒരൊറ്റ ഓട്ടോ ഓടി ഇങ്ങോട്ട് പറഞ്ഞു, അത് ഒന്ന് താഴെ പോയത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. പക്ഷേ ഇന്ന് വാങ്ങിച്ചില്ല, നോക്കട്ടെ. ദീപാവലി ബസാറിലും സെയിം സാധനങ്ങൾ വരും കേട്ടോ.
വേണമെങ്കിൽ എന്നാലും അന്നേരം വാങ്ങിക്കാം. പക്ഷേ ഇപ്പം എനിക്ക് ചെടിച്ചട്ടി വാങ്ങിക്കാഞ്ഞിട്ടൊരു നല്ല രസമുണ്ടായിരുന്നു. കാരണം രാജേഷേട്ടനും അങ്ങനെ സാധാരണ പറയാറില്ല, വാങ്ങി നല്ല രസമുണ്ടെന്ന് പറഞ്ഞാണ്. എന്നിട്ടും ഞാൻ വാങ്ങിച്ചില്ല, ഞാനിങ്ങനെ പോന്നു. ഇതുണ്ട് ഈ കളറ്, ഈ ഇരിക്കുന്നത്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. വാങ്ങിക്കണ്ടായിരുന്നു അല്ലേ. ചിലപ്പോൾ നമ്മൾ ഇതേപോലത്തെ സാധനം കാണുന്നത് നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ കാണണമെന്നില്ല കേട്ടോ. ഇപ്പം നമുക്ക് ഇഷ്ടം ഇതുപോലത്തെ ഒരു 10 ചട്ടിയൊക്കെ വാങ്ങിച്ചാൽ നല്ല രസമാണ്. ഒരേപോലത്തെ 10 എണ്ണമൊക്കെ വാങ്ങിച്ചാലല്ലേ കുറേ ഇടത്തിരിക്കാൻ. അങ്ങനെ ഞാൻ ഓർക്കും ഇന്നും കൂടെ ഉണ്ട് ആ ഫെയർ, വേണമെങ്കിൽ പോയി 10 എണ്ണം വാങ്ങിച്ചാൽ എല്ലായിടത്തും വെക്കാം, ഒരേപോലെ വെക്കേണ്ട, അപ്പം നല്ല രസമാണ്. അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇത് നമ്മുടെ ഫ്ലവേഴ്സാണ് കേട്ടോ. എല്ലാം പേപ്പറും അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാക്കിയത് ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുണ്ട് വെറുതെ കാണാനായിട്ട്. പിന്നെ വന്ന് നമ്മുടെ ബുക്ക് ഫെയറിൽ വന്നപ്പം അതിനു മുമ്പ് ഇത് കണ്ടോ, കുരുവിക്കൂട് ഉണ്ടാക്കി ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് വലിയ മരങ്ങളിലൊക്കെ തൂക്കിയിടാം കേട്ടോ. അങ്ങനെ ബുക്ക് ഫെയറിൽ വന്നിട്ട് ഏത് ബുക്ക് എടുത്താലും 200 രൂപ, 3 എണ്ണം എടുത്താൽ 500 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സീക്രട്ട്, പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ, പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് പിന്നെയും വാങ്ങി കാണുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിവിടെ വേണ്ട ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ 2 എണ്ണമായി. അങ്ങനെ പാലസ് ഓഫ് ഇല്യൂഷൻസ് വാങ്ങിച്ചു, പിന്നെ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് വാങ്ങിച്ചു, പിന്നെ രാജേഷേട്ടൻ ഒരു രത്തൻ ടാറ്റയുടെ ഒരു ബുക്ക്. അങ്ങനെ 3 ബുക്ക് ഞങ്ങൾ 500 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇത് നല്ല കേട്ടോ, എനിക്ക് ബുക്ക് ഫെയറിൽ വന്നാൽ ഇങ്ങനെ കുറേ ബുക്സൊക്കെ നല്ല പ്രൈസിൽ കിട്ടും. പിന്നെ നമ്മുടെ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു സൈസ് ജീരക മുട്ടായി, പുളിമുട്ടായി അങ്ങനത്തെയാണ് കേട്ടോ. ഈ സാധനങ്ങൾ ശരിക്കും നല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു റോഡ് ട്രിപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു നോസിയ പോലെ വരുമ്പോൾ കഴിക്കാൻ നല്ലതാണ്. ഞാനിങ്ങനെ പുളിമുട്ടായിയൊക്കെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. പിന്നെ അതായത് ഡൈജഷൻ, നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് വയർ അപ്സെറ്റ് ആവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഈ കായത്തിൻ്റെ ഗുളികകൾ, ഇഞ്ചി മുട്ടായി, നാരങ്ങ മുട്ടായി, അങ്ങനെ കുറേ മിഠായികൾ ഇതിവിടെ സാധാരണ കടകളിലും കിട്ടും കേട്ടോ. ഞാൻ ആവശ്യം ഇവിടെ ആ ഖട്ടാമീട്ട എന്ന് പറഞ്ഞിട്ട് മധുരവും പുളിയും കൂടെയുള്ള കഴിച്ചൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. നമുക്കിവിടെയും കിട്ടും സാധാരണ. പക്ഷേ കൈ കരുതുന്നത് നല്ല കേട്ടോ റോഡ് ട്രിപ്സിനൊക്കെ. അങ്ങനെ ഞാനിങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നടക്കാൻ നല്ല രസമാണല്ലോ കുറച്ച്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ നോക്കുക, കൊച്ച് അത്ര നേരിട്ട് അതിൻ്റെ തല പൊക്കിയിട്ടില്ല, ഫോണിനകത്ത് തന്നെയാണ്. അതിൻ്റെ ആരാണോ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് ആ കൊച്ച് അന്നേരം തൊട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു മൊബൈൽ അഡിക്ഷനല്ലേ. പിള്ളേരെന്ന് പറഞ്ഞിട്ട് ആരില്ലടാ, നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ. പക്ഷേ സ്ക്രീൻ ടൈമിന് നമുക്കൊരു അത് വെക്കണം കേട്ടോ. ഇത്ര നേരമേ നമ്മൾ നോക്കത്തുള്ളൂ എന്നുള്ള ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ശരിക്കും ഒരു അഡിക്ഷനാണല്ലേ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ 1 മണിക്കൂർ പോകുന്ന അറിയത്തേയില്ല. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വയ്ക്കൊണ്ടിരിക്കും. അതിനും നമുക്കൊരു കൺട്രോൾ വെക്കണം. അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ്. 6:30 ആയിട്ടുണ്ട് സമയം. അപ്പോഴാണ് ഞാനിനി ഒന്ന് വാങ്ങിയതിൽ ഇറങ്ങാമെന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ ഇവർ പറയുന്നു, ദേ കോഴിക്കോട് ഹലുവ, കാലിക്കട്ട് ഹലുവ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ രാഷ്ട്രം ഞാനൊന്നും ആയിരിക്കത്തില്ല നോക്കാം. പക്ഷെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയാൾ നിർബന്ധിച്ച് നമ്മളെ കൂടെ ടേസ്റ്റ് ചെയ്യിക്കുകയാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോൾ ശരിയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ അതേ ഹൽവ, കറുത്ത ഹൽവ, വെളുത്ത ഹൽവ, പിന്നെ നമ്മുടെ ചുമന്നത്, എല്ലാ കളറും നമ്മൾ ലുലുവിലൊക്കെ പാക്കറ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, അതുപോലെ തന്നെ. പക്ഷെ ഒരു ഹൽവ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊരു മിക്സ് വാങ്ങിക്കേണ്ട, അതൊരു 1/2 കിലോ വാങ്ങിച്ചേക്കാമെന്ന് വെച്ചിട്ട് ആ ഹൽവ വാങ്ങിച്ചു കേട്ടോ. നിറച്ചും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. ഇവിടുത്തുകാരതിന് കറാച്ചി ഹൽവ എന്നൊക്കെ പറയുന്നുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്ന കഴിയുന്നവർ, ഞാൻ കേട്ടു. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ വെള്ള ഹൽവയാണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ 1/2 കിലോ വാങ്ങിച്ചു, 400 റുപ്പീസ്. പിന്നെ ആ ചുമന്ന കഴിച്ചില്ല, ചുമന്നോ നല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഹൽവ വാങ്ങിച്ചു. പിന്നെ ഇപ്പുറത്തെ കടയിൽ ഇങ്ങനെ കുറേ വളകളുടെയൊക്കെ കുറേ ഒരു ആഘോഷമായിരുന്നു കേട്ടോ. ഇതൊക്കെ പണ്ട് ഞാൻ കുറേ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഈ വർഷം എടുത്ത ഒരു ഇതിൻ്റെ കൂടെയാണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഞാൻ വാങ്ങിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഉള്ളത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനി പുതുതായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നു. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ ഫുഡ് സ്റ്റോൾസാണ് കേട്ടോ. അവിടെ മെയിനായിട്ട് പാനിപൂരി, ടിക്കിയ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഫുഡ് സ്റ്റോള്, പിന്നെ നമ്മുടെ നൂഡിൽസ് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വന്നു. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഗ്രോസറിയൊക്കെ എക്സെൻഷ്യൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇതിനകത്ത് ചിറോഞ്ചി എന്ന് പറഞ്ഞൊരു സാധനം ഇട്ട് കേട്ടോ. നമ്മൾ ഹോലിയിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കും, ഗുജിയ എന്ന് പറഞ്ഞിട്ട്. അതെല്ലാ വർഷവും നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്ന് സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ തേങ്ങയൊക്കെ ചിരട്ടി വെച്ചിട്ട്. നമ്മൾ തേങ്ങയൊന്നും ഇടത്തില്ല. അതുണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഉണ്ടാക്കുവാണെങ്കിൽ. അറിയത്തില്ല. ഏതായാലും അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ഹോലി സ്പെഷ്യലായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ, ഗുജിയ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബാക്കി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇവർ ചട്പട്ട കാക്കറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുജറാത്തികളുടെ ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല രസമാണത് കഴിക്കാനായിട്ട്. വാങ്ങിച്ചില്ല, ഞാൻ നോക്കി. പിന്നെ ചോക്കോസ്, അങ്ങനെ കുറച്ച് മെയിൻ ഗ്രോസറീസൊക്കെ വാങ്ങിച്ചു.
റോൾഡ് ഓട്സ് ആണ് കേട്ടോ. ഇപ്പം മറ്റേ ഓട്സിൽ നിന്ന് മാറി റോൾഡ് ഓട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊന്നൊരു ഹെൽത്തി ആണല്ലോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. നിങ്ങളിപ്പോൾ ഷെസ്വാൻ്റെ ചട്നി ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നല്ലതായിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഷെസ്വാൻ ചട്നി. ഷെസ്വാൻ്റെ സോസും നല്ലതാണ്, ചട്നി ഇച്ചിരിയും കൂടെ നല്ലതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പൈസി നല്ല രസമാണ് കഴിക്കാൻ ഷെസ്വാൻ ചട്നി. പിന്നെ കിംചി ഇപ്പോൾ ഭയങ്കര ഇപ്പം അല്ല, കുറേ നാളായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അല്ലേ. ഇപ്പോൾ മോനുണ്ടായിരുന്നപ്പോൾ അവന് കിംച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ചായ നമ്മൾ ടാറ്റാ ടീ ഗോൾഡാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ ടാറ്റാ ടീ. ഇപ്രാവശ്യം റെഡ് ലേബിൾ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വെച്ച് എടുത്തപ്പം ഞാൻ പറഞ്ഞു ചെറിയ പാക്കറ്റ്, ഒരാഴ്ചയാണ് ചെറിയ വേണ്ട വാങ്ങിക്കുകയാണെങ്കിൽ വലുത് വാങ്ങിക്ക്, പിന്നെ വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാനെന്നാൽ പിന്നെ ടാറ്റാ ടീ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ടാറ്റാ ടീ വാങ്ങിച്ചു. ഇപ്രാവശ്യം ഗോൾഡ് അല്ല, നോർമൽ ടാറ്റാ ടീ വാങ്ങിച്ചു, റെഗുലർ. പിന്നെ ഇനിയിപ്പം ചൂടുകാലമാകുമ്പോൾ ചായക്കൊന്നും അത്രയ്ക്കൊരിതില്ല. തണുപ്പത്താണ് ചായ നമ്മൾ കുറേ മീൻസ് ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റ് ചായ കുടിക്കാനായിട്ട്. ചൂടുകാലമായിക്കൊണ്ട് ഞാൻ ഒരു കപ്പൊക്കെ അല്ലെങ്കിൽ അരക്കപ്പൊക്കെ കുടിക്കാറുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ചെറിയൊരു ചായയുടെ അഡിക്ഷൻ എനിക്ക് ഇപ്പോൾ ഉണ്ട്. എന്നാലും 2 ചായ മാക്സിമം ആണ് കേട്ടോ. ചൂടുകാലമായപ്പോൾ പിന്നെ വൈകുന്നേരം ചായ ചിലപ്പോൾ കുടിക്കാറേ ഇല്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ബ്രഷ് വാങ്ങിക്കണമായിരുന്നു. പിന്നെന്താ അങ്ങനെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ. അത് കണ്ടില്ല, ഞാനിതാ പറഞ്ഞത്, നിങ്ങൾ ഷെസ്വാൻ്റെ ചട്നി വാങ്ങിച്ച് നോക്കണേ. പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സോയാബീൻ ഗ്രാന്യൂൾസ്, എന്താ പറയുന്നത് ഇതിന്, സോയാ ചങ്ക്സ് വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമുക്ക് വെനസ്ഡേ തേഴ്സ്ഡേ ഹോളിയുടെ ഫെസ്റ്റിവലാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഭയങ്കര ഗെറ്റ് ടുഗദേഴ്സൊക്കെ നടത്താറുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ കടകളിലെയും വെളിയിൽ ഇങ്ങനെ ഫെസ്റ്റിവലാകുമ്പോൾ അവരിങ്ങനെ ഹോളിയുടെ സാധനങ്ങളുമായിട്ട് ഒരു ഇങ്ങനെ ഭയങ്കര ലെയിനിൽ സാധനങ്ങൾ നിരത്തി വെച്ചേക്കും. ഇനിയിപ്പോൾ മൺഡേ ട്യൂസ്ഡേ ഒക്കെ നമ്മൾ വെറുതെ മാർക്കറ്റിലോട്ട് ഇറങ്ങി ഇതേ ഉള്ളു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ പിച്ചുകാരിയൊക്കെ ഇല്ലേ, വെള്ളം ഇങ്ങനെ തെറിപ്പിക്കുന്നത്, അതൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നു. ഇത് കളറാണ് കേട്ടോ, ഗുലാല. ഇപ്പോൾ എല്ലാവരും ഹെർബൽ കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനൊക്കെ കേട്ടോ. പിന്നെ വാട്ടർ ബലൂൺസ്, അങ്ങനെ കുറേ ഹോലിയുടെ സാധനങ്ങൾ. അപ്പം ഞങ്ങൾ സാധാരണ ഹോലിയുടെ ഗെറ്റ് ടുഗദർ വെക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. കുറേ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കളി, നല്ല രസമാണ്. അപ്പോൾ ഈ ഗുലാലൊക്കെ കളിക്കുന്ന കാരണം അങ്ങനെ പെട്ടെന്ന് നല്ലതായിട്ട് എളുപ്പം കുളിച്ച് കഴിയുമ്പോൾ പൊയ്ക്കോളും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട്, ഇതല്ല കേട്ടോ ഞാൻ കാണിക്കാം. ഇത് തലയിൽ സാധാരണ ആൾക്കാർ വെക്കും കേട്ടോ. തലമുടിയാണല്ലോ കളർ കൊണ്ട് ഏറ്റവും അഴുക്കാകുന്നത്. അപ്പോൾ ഇതിങ്ങനെ തലയിൽ വെച്ചിട്ടൊക്കെ ജോക്കർ പോലെയാണ് കേട്ടോ, ജോക്കറാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ വെള്ള ടീഷർട്ട്സ് വാങ്ങിക്കും, വില കുറഞ്ഞ ടീഷർട്ട്സ് വാങ്ങിച്ചാൽ അത് ഇടാം. അതായത് നമ്മൾ ഹോലിയിൽ എപ്പോഴും പഴയ തുണികൾ പുതിയതിടണമെങ്കിൽ ഇങ്ങനെ ചെറിയ വില കുറഞ്ഞ സാധനങ്ങൾ ഇടുന്നത് നശിച്ചു പോകാനുള്ളതാണല്ലോ. അങ്ങനെ ഹോലിയുടെ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ പ്രാവശ്യം ഞങ്ങൾ ഹോലി കിറ്റ് എല്ലാ പ്രാവശ്യവും വെക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലല്ല, വേറെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് അവിടെ പോയി നമ്മൾ കളിക്കാൻ എൻജോയ് ചെയ്യും. ഇപ്രാവശ്യം നമ്മൾ പോകുമെന്ന് അറിയത്തില്ല. നമുക്കിങ്ങനെ ഒരു ഫെസ്റ്റിവലൊന്നും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഹോലിയുടെ ബജാറ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫുൾ ഇനി 2-3 ദിവസത്തേക്ക് ഫുൾ മാർക്കറ്റ് മുഴുവൻ ഇതായിരിക്കും. വെളിയിൽ ഇങ്ങനെ എല്ലാം വെച്ചിരിക്കുകയായിരിക്കും. കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ പിച്ചുകാരി വാങ്ങിക്കാം. അതൊക്കെ ഒരു സമയം. നമ്മൾ പിള്ളേർ കുഞ്ഞായിരിക്കുമ്പോഴാണ് കേട്ടോ ഏത് ആഘോഷങ്ങളും ഏറ്റവും രസമെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവരെല്ലാം കുഞ്ഞായിട്ടിരുന്ന കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ഇത് വാങ്ങിക്കാനായിട്ട് എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഹോലിയാണ് വെനസ്ഡേ തേഴ്സ്ഡേ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവർക്കെല്ലാം ഒരു ഹാപ്പി ഹോലി, സേഫ് ഹോലി. അപ്പം നമുക്ക് നമ്മുടെ ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.